പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തടസ്സങ്ങൾ നേരിട്ടു, നെറ്റ്വർക്കിന്റെ പ്രോബ്ലം. ഒരിക്കൽ കൂടെ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളെ വാഴ്ത്തുന്നു, ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. തിരുസാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. പാടുവാൻ കൃപ നൽകിയാൽ ഇന്ന് രാത്രി കർത്താവിന് മഹത്വം ഉണ്ടാകുമാറ് ദൈവവചനം ശുശ്രൂഷിപ്പാൻ കർത്താവ് അടിയന് കൃപ നൽകിയാൽ കേൾക്കുന്ന വചനം വ്യക്തി ജീവിതങ്ങൾക്ക് അനുഗ്രഹമായി, ആശ്വാസമായി, വിടുതലായി, സമാധാനമായി മാറുവാൻ സ്വർഗമിടയാക്കണം. ഞങ്ങളുടെ പുണ്യനാമം മഹത്വപ്പെടുവാൻ ഇടയാക്കണം. കർത്താവിന്റെ വചനത്തിന്റെ ശുശ്രൂഷയ്ക്ക്, ആത്മീയ ആരാധനയ്ക്ക് തടസ്സം കൊണ്ടുവരുന്ന എല്ലാ ദുഷ്ടന്റെ പോരുകളെയും പൈശാചിക പ്രവൃത്തികളെയും സ്വർഗത്തിൽ ഭൂമിക്ക് അധികാരം പ്രാപിച്ചു നസ്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ശാസിച്ച് ജയമെടുക്കുകയാണ്. എന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാടിച്ചെല്ലു. ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ശത്രുവായവൻ ജീവിതത്തിന് മുമ്പിൽ കൊണ്ടുവരുന്ന എല്ലാ പ്രതികൂലങ്ങളെ അതിജീവിക്കുവാൻ ഉയരത്തിൽ അഭിഷേകത്താൽ രാത്രി ഒടുവിൽ ഞങ്ങളെ നിറച്ചാൽ പാടുവാൻ കൃപ നൽകിയാൽ, ശുശ്രൂഷിപ്പാൻ അടിയനെ ശക്തീകരിച്ചാൽ, ജനത്തെ അവിടെ ഒരുക്കിയാൽ ആമേൻ. ബന്ധനമില്ലാത്ത ദൈവവചനത്തിന്റെ ശക്തിയ രാത്രി ചില കുടുംബങ്ങൾ, വ്യക്തികൾ വിടുവിക്കപ്പെടുവാൻ ഇടയാകാം. ആദ്യോടൊപ്പം പരിശുദ്ധാത്മാവൂടെ ചില പാപികൾ മനം തിരിയുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ, രോഗികൾ സൗഖ്യമാകുവാൻ സ്വർഗമിടയാക്കണം. അസുത്തം അവിടത്തേക്ക് അർപ്പിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എന്റെ പ്രയാണകാലം നാലുവീരൽ നീളം ആയതിൻ പ്രേതാപം കഷ്ടത മാത്രം. എൻ പ്രയാണകാലം നാലുവീരൽ നീളം ആയതിൻ പ്രേതാപം കഷ്ടത മാത്രം. ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും മഹിമ പ്രാപിച്ചെന്നു വിശ്രമിച്ചിടും, എന്നു വിശ്രമിച്ചിടും. ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും മഹിമ പ്രാപിച്ചെന്നു വിശ്രമിച്ചിടും, എന്നു വിശ്രമിച്ചിടും. ആമേൻ. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വരൂരമാണെന്റെ തിരിയമാമീട്. എന്റെ ചുമക്കാ പാളയത്തിനപ്പുറത്തു കഷ്ടമേൽക്കുക നാം പാടുവട്ട യേശുവിന്റെ ഇന്ന ചുമക്കാ. നിൽക്കും നഗരം ഇല്ലേ വീട് പോർക്കളത്തിലത്രേ നാം നിൽക്കാവേണ്ട പോർപ്പൊരു യാത്ര തുടരാം, വേഗം യാത്ര തുടരാം. നിൽക്കും നഗരം ഇല്ലേ വീട് പോർക്കളത്തിലത്ര നാം നിൽക്കാവേണ്ട പോർപ്പൊരു യാത്ര തുടരാം, വേഗം യാത്ര തുടരാം. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വരൂരമാണെന്റെ നിത്യമാമീട്, എന്റെ നിത്യമാമീട്. ആമേൻ. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വരൂരമാണെന്റെ നിത്യമാമീട്, എന്റെ നിത്യമാമീട്. മുത്തുമയമായി വിളങ്ങും പട്ടണമാണത് പുത്തനെറുശലേം പുരം തത്ര ശോഭിതം. മുത്തുമയമായി വിളങ്ങും പട്ടണമാണത് പുത്തനെറുശലേം പുരം തത്ര ശോഭിതം. വീതി കൊച്ച കടിക തുല്യ അംഗനിർമ്മിതം പട്ടണമാതിന്റെ ഭംഗി വർണ്യമല്ലതോ, ഭംഗി വർണ്യമല്ലതോ. വീതി കൊച്ച കടിക തുല്യ അംഗനിർമ്മിതം പട്ടണമാതിന്റെ ഭംഗി വർണ്യമല്ലതോ, ഭംഗി വർണ്യമല്ലതോ. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വരൂരമാണെന്റെ നിത്യമാമീട്, നിത്യമാമീട്. ഓ അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വരൂരമാണെന്റെ നിത്യമാമീട്, എന്റെ നിത്യമാമീട്. കാടു വിട്ടു വീടു വിട്ടു നാമത
കൂട്ടം വിട്ടു കാഠിന്യമാം ശോധനയിൽ ധ്യാനം ചെയ്തോരാ. നാടു വിട്ടു വീടു വിട്ടു നാമധേയ കൂട്ടം വിട്ടു കാഠിന്യമാം ശോധനയിൽ ധ്യാനം ചെയ്തോരായി. കൂടി ഒന്നായി വാഴാൻ വാഞ്ചിച്ചെത്ര നാളായി പണികളിച്ച കൊട്ടാരം തന്നെ ആ കൊട്ടാരം തന്നെ. കൂടി ഒന്നായി വാഴാൻ വാഞ്ചിച്ചെത്ര നാളായി പണികളിച്ച കൊട്ടാരം തന്നെ ആ കൊട്ടാരം തന്നെ. മാത്രം ഈ ഭൂമിയിലെ വാസം പൂരമാണെന്റെ നിത്യമാമീട് എന്റെ നിത്യമാമീട്. അമേൽപ്പകാരം മാത്രം ഈ ഭൂമിയിലെ വാസം പൂരമാണെന്റെ നിത്യമാമീട് എന്റെ നിത്യമാമീട്. ഹല്ലേലൂയ. ക്ഷണിക കാലം മാത്രം ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പാൻ ആമേൻ. അതെ, കൃപ ലഭിച്ച ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താൽ ഭാരങ്ങളും വേദനകളും ലോകത്ത് എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ കർത്താവ് ഇന്ന് രാത്രിയിലും നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. അവൻ ശിക്ഷിക്കുന്നവന് ദൈവമാണ്. ഏതെങ്കിലും വിഷയം ഭാരത്തോടെ വേദനയോടെ ആയിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ഇന്ന് രാത്രി അത് കേൾക്കുന്ന വചനം അത് ശക്തീകരിക്കുന്നതാണ്. അത് റീമയായി വെളിപ്പെടുവാൻ പോകുകയാണ്. ഓ സമാധാന സന്തോഷം ആഗ്രഹിക്കുന്നവർ ഇന്ന് രാത്രി പ്രാർത്ഥനയോടായിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും സകല ഹൃദയങ്ങളെ അറിയുന്നവനായ ദൈവം സമാധാനവും സന്തോഷവും നൽകി ഐശ്വര്യമായി അനുഗ്രഹിപ്പാൻ തക്കവണ്ണമിടയായിത്തീരും. ഇന്ന് രാത്രി ആമേൻ ഒരിക്കൽ കൂടെ വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അതേ വന്ദനം ചൊല്ലിക്കൊണ്ട് ദൈവവചന ശുശ്രൂഷയ്ക്കായി സമയങ്ങളെ വേർതിരിക്കുകയാണ്. കർമ്മേലിന്റെ കൊടുമുടിയിൽ ആമേൻ ഇടിഞ്ഞു കിടന്ന യാഗപീഠം പുതുക്കി പണിതുകൊണ്ട് ആമേൻ അത് നിലവിളിച്ച ഏലിയാവിന്റെ നിലവിളിക്ക് മറുപടിയായി ഇറങ്ങി വന്ന ദൈവപ്രവൃത്തി വെളിപ്പെടുത്തിയ സ്വർഗ്ഗം. ഹല്ലേലൂയ. മമ്രയുടെ തോപ്പിലിരുന്ന ആമേൻ അതെ അബ്രഹാം ക്ഷീണിച്ച് തളർന്ന് നിരാശപ്പെട്ട് ആമേൻ ഒതുങ്ങിപ്പോകുവാൻ ഇടയാകാതെ ആമേൻ അതെ ദൈവദൂതന്മാരെ അയച്ച് ഹല്ലേലൂയ അതെ വാഗ്ദത്ത നിവൃത്തിയിലേക്ക് ചുവടുവെക്കുവാൻ വാഗ്ദത്തത്തെ ഓർപ്പിച്ചുണർത്തിയ സ്വർഗ്ഗം ഇന്ന് രാത്രി ആമേൻ കഴിഞ്ഞ നാളുകളിൽ കേൾപ്പിച്ച വാഗ്ദത്തത്തെ ഓർപ്പിച്ചുണർത്തി കാലം ഇനിയും അധികം കാത്തിരിക്കുവാൻ ഇടയാകാത്ത വിധത്തിൽ ആമേൻ കേട്ട വാഗ്ദത്തം നിറവേറത്തക്ക വിധത്തിൽ പ്രവർത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ചലിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഓ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. നാളുകളായി കേട്ട വാഗ്ദത്തം അതെ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് അത് എത്തുവാൻ കഴിയാതെ അതേ വഴിയിൽ കണ്ണുനീരും ദുഃഖവും കൈപ്പേറിയ അനുഭവവും ഒക്കെ അനവധി നിരവധി പറയുവാനുണ്ട്. എന്നാൽ കൈപ്പേറിയ അനുഭവത്തെ മാധുര്യമുള്ളതാക്കി മാറ്റുവാൻ കഴിയുന്നവൻ സന്ദർശിച്ചു. ഹല്ലേലൂയ. ഇന്നങ്ങളിൽ ആമേൻ അതെ കൈപ്പായിരുന്ന അതെ ആ നവോമി പറയുക ഇനി എന്നെ കൈപ്പെന്നല്ല ആമേൻ ആമേൻ മധുരമെന്ന് പറയുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ആമേൻ ആ കഷ്ടതയ്ക്കകത്ത് നിന്ന് ഞാൻ മടങ്ങിപ്പോരുവാൻ ഞാൻ ആ വേദനയ്ക്കകത്ത് നിന്ന് ആ നഷ്ടത്തിനകത്ത് നിന്ന് മടങ്ങിപ്പോരുവാൻ തീരുമാനിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചില തീരുമാനങ്ങൾ എടുക്കുന്ന രാത്രിയാകട്ടെ. നിന്റെ മാറിയ മധുരമാക്കുവാൻ ശക്തനായവൻ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അതേ ഗുരു വന്നിട്ടുണ്ട്. നിന്നെ വിളിക്കുകയാ. നീ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിന് മറുപടി ദൈവമഹത്വം കാണാൻ കണ്ണുകൾക്ക് ഭാഗ്യം ലഭിക്കുന്ന രാത്രിയാ. ഇന്ന് രാത്രി ആമേൻ പറഞ്ഞ എത്ര പേർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. ആമേൻ. അതെ ദാനിയേൽ ആമേൻ തനിക്കെതിരെ രേഖ എഴുതിയിരിക്കുന്നുവെന്ന് കേട്ടപ്പോൾ കരഞ്ഞുകൊണ്ട് ജീവിതം അവസാനിപ്പിച്ചില്ല. ആമേൻ. ഒരു മുഴം കയറി സീലിംഗ് പാനിൽ തൂങ്ങി ജീവിതം അവസാനിപ്പിച്ചില്ല. ആത്മഹത്യ ആമേൻ പ്രശ്നങ്ങളുടെ പരിഹാരമല്ല. ഒളിച്ചോട്ടം ആമേൻ പ്രശ്നങ്ങളുടെ പരിഹാരമല്ല. ലോകത്തിൽ എവിടെ പോയാലും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ നെട്ടോട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വഴിയും സത്യവും ജീവനും ഞാനാകുന്നുവെന്ന് പറഞ്ഞ യേശു കർത്താവിലൂടെ ഓപ്പണാക്കപ്പെട്ട ആമേൻ സ്വർഗത്തിലേക്കുള്ള വഴി തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ സമർപ്പിക്കപ്പെട്ട ദൈവമൈതലേ മരുഭൂമിയാണെങ്കിലും പട്ടുപോകുവാൻ അനുവദിക്കാതെ മണലാരുണ്യത്തിൽ നീരുറവയെന്ന ദൈവം ഇന്ന് രാത്രി ക്ഷീണിച്ചോടിക്കൊണ്ടിരിക്കുന്ന ദൈവമൈതലേ മരുഭൂ പ്രയാണ യാത്രയിൽ പട്ടുപോകുവാൻ അനുവദിക്കാതെ നീതിയോട് ഉത്തരമരുളുന്ന നീതിമാനായ
രാക്കാലങ്ങളിൽ അക്കാലങ്ങളിൽ ആരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കുന്ന ആരുണ്ട്? അവരുടെ നിലവിളിയിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന സർവശക്തരായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിന്റെ സാന്നിധ്യം രുചിച്ചറിയുവാൻ പകലിലും ദുർവരവിച്ച ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. കണ്ണുനീർ കാണുമ്പോൾ മനസ്സിലിയുന്ന ദൈവം, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്. ഇന്ന് രാത്രി നിന്റെ സമീപം നിന്നുകൊണ്ട് അവൻ നിന്നെ വിളിക്കുകയാണ്. അമ്മയെ ആശ്വസിപ്പിക്കുന്നതിനേക്കാൾ ഉപരി, അപ്പൻ ആശ്വസിപ്പിക്കുന്നതിനേക്കാൾ ഉപരി ഇന്ന് രാത്രി നിന്നെ ആശ്വസിപ്പിക്കുവാൻ അവന്റെ മുഴു സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ഉലാവുകയാണ്. ഹല്ലേലൂയ. ആമേൻ. പ്രാർത്ഥനയ്ക്കുള്ള സമയമാണിത്. ഹല്ലേലൂയ. സീരിയൽ കാണേണ്ട സമയമല്ല. ആമേൻ. തിയേറ്ററിൽ പോയി സിനിമ കാണേണ്ട സമയമല്ല. ആമേൻ. ബിവറേജിൽ പോയി മദ്യപിക്കേണ്ട സമയമല്ല. ആമേൻ. പാർക്കിലോ ആമേൻ അതെ മറ്റ് ക്ലബിലോ പോയി സമയം ചെലവഴിക്കേണ്ട സമയമല്ല. ലോകത്തെ മുഴുവൻ ഭയാജനകമായ ഒരവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. COVID-19 ആമേൻ അതെ അതിന് പ്രതിവിധിയായി വാക്സിൻ കണ്ടുപിടിക്കപ്പെട്ടുവെങ്കിലും മറുഭാഗത്ത് പുതിയ പേരിലും പുതിയ ടൈപ്പിലും വീര്യമുള്ള ആമേൻ അതെ മഹാമാരി വന്നുകൊണ്ടിരിക്കുന്നുവെന്ന് ജനം ആശങ്കയില്ല. ഇന്ന് രാത്രി ആമേൻ എന്നെ കേൾക്കുന്ന വാത്സല്യ ആമേൻ ദൈവമക്കളെ, ആമേൻ ലോക രാജ്യങ്ങൾ തകർന്ന് തരിപ്പണമാകിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ലോകത്തിൽ നിന്ന് എടുക്കപ്പെടുവാൻ കൃപ ലഭിച്ച അരുമനാഥന്റെ വരവിന് വേണ്ടി കാതോർത്തിരിക്കുന്ന വിശുദ്ധിയിൽ തികഞ്ഞവനായ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിച്ച് പ്രത്യാശയോടെ ജീവിക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ. കർത്താവിന്റെ വരവിന് മുന്നോടിയായി ഇതൊക്കെ ഇവിടെ സംഭവിക്കും. ഇതൊന്നും കാണുമ്പോൾ ആരും ഭയപ്പെടേണ്ട. ഇതാ വാതിക്കൽ ആമേൻ കർത്താവ് താൻ ഗംഭീരനാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുവാൻ കാലമാസന്നമായി കൊണ്ടിരിക്കുകയാ. ആമേൻ. കാലമേറെ ഇല്ലല്ലോ കാഹളം, കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാൻ, കാന്തൻ വരാറായി നാമും പോകാറായി, ഓ കാന്തൻ വരാറായി നാമും പോകാറായി. അതുകൊണ്ട് ഉണർന്ന് പ്രാർത്ഥിക്കേണ്ട സമയമായത്. ഹല്ലേലൂയ. കളി, ചിരി, തമാശ, പൊട്ടച്ചൊല്ല് ആമേൻ ഇത്യാദി പരിപാടിയുടെ പുറകെ പോയി സമയം പോക്കേണ്ട കാലമല്ല ഇത്. വളരെ ജാഗരൂകരായി ഹല്ലേലൂയ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടായിരിക്കേണ്ട സമയമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയ്ക്ക് ആധാരമായി സങ്കീർത്തനങ്ങൾ 37 പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. പതിവ് പോലെ ഇന്ന് രാത്രി വചനം കേൾക്കുവാൻ കടന്നു വന്നിരിക്കുന്ന ശ്രോതാവേ, ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ആ ഏദനിൽ ഇറങ്ങി വന്ന് ആദമേ അല്ല മനുഷ്യ നീ എവിടെയെന്ന് ആമേൻ അതെ ചോദിച്ച വിളിച്ച ശബ്ദത്തിന് മുമ്പിൽ നിൽക്കുവാൻ കഴിയാതെ വൃക്ഷത്തിന്റെ മറവിൽ ഒളിഞ്ഞിരുന്ന് ആമേൻ അതെ ഭയപ്പെട്ടതുപോലെ പലരും ഭയപ്പെട്ട് അത് മാറിയിരിക്കുമ്പോൾ ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്തു വരുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ പഠിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. ആമേൻ. അതെ നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക. ആമേൻ. അവനിൽ തന്നെ ആശ്രയിക്കുക. അവൻ അത് നിർവഹിക്കും. ഹല്ലേലൂയ. ആമേൻ. ലോകത്തിൽ ആരെ കൊണ്ട് നിർവഹിക്കുവാൻ കഴിയാത്ത വിഷയം ആമേൻ സർവശക്തനായ ദൈവം അത് നിർവഹിക്കുവാൻ ശക്തരാണെന്ന് രുചിച്ചറിഞ്ഞ തിരിച്ചറിഞ്ഞ ഭക്തൻ പറയുകയാണ്. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക. അത് കുഞ്ഞിന്റെ കാര്യമാകട്ടെ, ഭാവി കാര്യമാകട്ടെ, അത് വീടിന്റെ കാര്യമാകട്ടെ, അത് നിന്റെ സമസ്ത വിഷയങ്ങൾ ഏതുമാകട്ടെ, ഇന്ന് രാത്രി ആമേൻ നിന്റെ വഴി യഹോവയ്ക്ക് സമർപ്പിക്കാമോ? ഹല്ലേലൂയ. ആമേൻ. അവനിൽ ആശ്രയിക്കാം. ആമേൻ. നീ തയ്യാറാകുമോ? ആമേൻ. നിശ്ചയമായും നടക്കാത്ത കാര്യങ്ങൾ നടപ്പാക്കുവാൻ ശക്തരായ ഒരുവനെ സങ്കീർത്തനക്കാരൻ പരിചയപ്പെടുത്തി തരികയാണ്. ആ സങ്കീർത്തനക്കാരനോട് ചേർന്ന് നിന്ന് എന്റെ അനുഭവത്തിലൂടെ ഇന്ന് രാത്രി വിളിച്ചാൽ വിളി കേൾക്കുന്ന സർവശക്തനായ ദൈവത്തെ മാനവരാശിക്ക് വെളിപ്പെടുത്തുവാൻ ഇന്നേക്ക് 2021 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനത്ത് ജനിച്ച കർത്താവായ യേശുക്രിസ്തുവിനെ ആമേൻ എന്റെ ശബ്ദത്തിലൂടെ ദൈവം നൽകിയിരിക്കുന്ന വചനത്തിലൂടെ ഞാൻ ആമേൻ ഉയർത്തുവാൻ ശുശ്രൂഷിക്കുവാൻ പോവുകയാണ്. ഇന്ന് രാത്രി അവൻ ഉയർന്നാൽ ആമേൻ അവന്റെ നാമം മഹത്വപ്പെടുവാൻ ഇടയാകും. ഇന്ന് രാത്രി ഞാൻ ഉയർത്തുന്ന അല്ലെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന ഞാൻ ശുശ്രൂഷിക്കുന്ന യേശുവിനെ അടുത്തറിയുവാൻ അവനോട് പറ്റിച്ചേരുവാൻ ആര് തയ്യാറാകുമോ അവൻ എന്നോട് അടുത്ത് വരുമ്പോൾ ആമേൻ ഞാൻ അവനോട് അടുത്ത് വരും. അവൻ എന്നോട്
പറ്റിയിരിക്കുകയാ, ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. അവൻ ചില വ്യക്തികൾ ഇന്ന് രാത്രി ഉയർച്ച പ്രാപിക്കുവാൻ പോകുകയാണ്. താഴ്ചയല്ല, ഉയർച്ച തന്നെ പ്രാപിക്കും. എങ്ങനെയാ? എന്റെ നാമത്തെ അറിയണം. ഹല്ലേലൂയ. അവൻ പറ്റിയിരിക്കണം. ആരോടാ? കർത്താവിനോട്. ഹല്ലേലൂയ. നിന്റെ വഴിയെ യഹോവയ്ക്ക് സമർപ്പിക്കുക. ഹല്ലേലൂയ. യഹോവയെ പരമേൽപ്പിക്കുക. അവനിൽ തന്നെ ആശ്രയിക്കുക. അവൻ അത് നിർവഹിക്കും. ലോകക്കാരിൽ, കൂട്ടുകാരിൽ, പ്രഭുക്കന്മാരിൽ ഒന്നും ആശ്രയിക്കരുത്. സർവശക്തനായ ദൈവത്തെ ആശ്രയിക്കണം. ആ സർവശക്തനായ ദൈവത്തെ ഭൂമിയിൽ വെളിപ്പെടുത്തുവാൻ ഇറങ്ങി വന്നവരാണ് കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. നിന്റെ ഭാരം എന്തുമാകട്ടെ. എന്താ നിന്റെ ഭാരം? ഹല്ലേലൂയ. തലമുറകളെ കുറിച്ചുള്ള ഭാരമാണോ? അതോ നിന്റെ ശരീരത്തെ കുറിച്ച് ഉള്ള ഭാരമാണോ? അതെ, രോഗം, ക്ഷീണം, കഷ്ടം. ഹല്ലേലൂയ. കൊളസ്ട്രോൾ ഉണ്ട്, ഷുഗർ ഉണ്ട്, പ്രഷർ ഉണ്ട്, പിന്നെ ഇല്ലാത്തത് എന്താ ഉള്ളത്? ആമേൻ, എല്ലാം ഉണ്ട്. അതാണോ നിന്റെ ഭാരം? ഉറക്ക ഭാരമാണോ? ഹല്ലേലൂയ. എന്താ നിന്റെ ഭാരം? ആമേൻ. എന്ത് തന്നെ ആയിരുന്നാലും നിന്റെ ഭാരം ഓർമ്മയിൽ വെച്ചുകൊള്ളുക. അവൻ നിന്നെ പുലർത്തും. ആമേൻ. ഈ ലോകത്തിൽ നിന്നെ സമാധാനത്തോടെ പുലർത്തുവാൻ ശക്തനായ ഒരുവനേ ഉള്ളൂ. അത് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശുവാണ്. ഹല്ലേലൂയ. ആമേൻ. നിന്നെ നീതിമാനാക്കുന്നത്രേ പിതാവായ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. നീതിമാനായ ആ ദൈവം, നീതിമാനായ ആമേൻ, അതെ ദൈവം, ആമേൻ, അതെ ഒരു മനുഷ്യനെ നീതീകരിക്കുവാൻ പാപമില്ലാത്തവനെ പാപമാക്കി ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ നീതി പ്രാപിച്ചു നീതിയോടെ ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരപടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. അവൻ നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാൾ സമ്മതിക്കുകയില്ല. അവൻ നീ നീതീകരിക്കപ്പെട്ടവനാണോ? നീ നീതിമാനാണോ? നീ കുലുങ്ങിപ്പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. പലരും കുലുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാ, പലരും തകർന്നുകൊണ്ടിരിക്കുകയാ, പലരും നശിച്ചുകൊണ്ടിരിക്കുകയാ. എന്നാൽ നീ നീതിമാനാണെങ്കിൽ കുലുങ്ങിപ്പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ദൈവം നീതീകരിച്ച, ദൈവം വിളിച്ച് വേർതിരിച്ച ആമേൻ ദൈവ മക്കളെ, അതേ വിശുദ്ധന്മാരായി ജീവിക്കുവാൻ കൃപ ലഭിച്ചു. ആമേൻ. ഭൂമിയിലെ വിശുദ്ധന്മാരോ അവരെനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെയാ. ഇന്ന് രാത്രി ദൈവത്തിന് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാരായി മാറുവാൻ കൃപ ലഭിച്ചവരാ ദൈവമക്കൾ. കാരണം ഭൂമിയിലെ വിശുദ്ധന്മാർ ആരാ? വിശുദ്ധന്മാര്. ആമേൻ. അതെ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ച് ദൈവവചനപ്രകാരം ജീവിക്കുവാൻ കൃപ ലഭിച്ചവരാ. അവരാ വിശുദ്ധന്മാര്. അതെ, അവിടെ വാഴ്ത്തപ്പെട്ടവരല്ല, വാഴ്ക്കുന്നവരല്ല. പിതാവായ ദൈവം ഒരുക്കിയ രക്ഷയുടെ പദ്ധതിയാകുന്ന യേശു ക്രിസ്തുവിലൂടെ വീണ്ടും ജനനം പ്രാപിച്ച് വചനപ്രകാരം ജീവിക്കുന്ന ഒരു ദൈവവൈതല് ശുദ്ധീകരിക്കപ്പെട്ടു, വിശുദ്ധീകരിക്കപ്പെട്ടു വിശുദ്ധ ജീവിതം നയിപ്പാൻ ഇടയായി തീരുകയാ. സന്തോഷമുള്ളവർ കരപടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. അങ്ങനെ വിശുദ്ധരായി ജീവിക്കുവാൻ കൃപ ലഭിച്ച മുക്കുവനായ പത്രോസ് ആത്മാവിൽ പ്രേരിതനായി ദൈവസഭയുടെ അംഗമായി മാറിയവരുടെ ബലത്തിനു വേണ്ടി, ശക്തിക്ക് വേണ്ടി, സന്തോഷത്തിനു വേണ്ടി, സമാധാനത്തിനു വേണ്ടി ആത്മാവിൽ നിയോഗം പ്രാപിച്ച് എഴുതിയത് ഇങ്ങനെയാ: അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. നാളിതുവരെ ഇറങ്ങി തിരിച്ചിട്ട് ഭാരം പേറിക്കൊണ്ട് ജീവിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി കണ്ണുനീരിലും ദുഃഖത്തിലും നിരാശയിലും ആയിരിക്കും, സകല എന്റെ പേർ ഇട്ടുകൊള്ളുവാൻ പറഞ്ഞ കർത്താവിന്റെ കരങ്ങളിലേക്ക് ആമേൻ ഭക്തൻ വെച്ച് ആമേൻ ഭാരത്തെ ഇറക്കി വെച്ചു. അവൻ എന്നിട്ട് പറയുകയാണ്, നിന്റെ ഭാരം യഹോവയുടെ വെച്ചുകൊള്ളും, അവൻ നിന്നെ പുലർത്തും. ഇന്നലകളിൽ ആമേൻ ഭാരം പേറി നടന്ന ഭക്തൻ തന്റെ ഭാരത്തെ ഇറക്കി വെച്ച് ആമേൻ അവനെ പുലർത്തിയ ദൈവത്തെ ജീവിതത്തിൽ രുചിച്ചറിഞ്ഞിട്ട് പറയുക, നീതിമാൻ കുലുങ്ങി പോകുവാൻ അവൻ സമ്മതിക്കത്തില്ല, ഒരു നാളും സമ്മതിക്കത്തില്ല. പലരും സമപ്രായത്തിലുള്ളവർ തകർന്നു പോകുന്നത് കണ്ടു, നശിച്ചു പോകുന്നത് കണ്ടു, കുലുങ്ങി വീഴുന്നത് കണ്ടു. എന്നാൽ കുലുങ്ങാതെ നിൽക്കുവാൻ തന്നെ പ്രാപ്തരാക്കുക, തന്നെ ചരിച്ച ദൈവത്തെക്കുറിച്ച് വർണ്ണിക്കുകയും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്നലകളിൽ രോഗമിട്ടുകൊണ്ട്, ഇന്നലകളിൽ കഷ്ടമിട്ടുകൊണ്ട്, ഭാരമിട്ടുകൊണ്ട് എന്നെ തകർന്നകളിൽ എന്നെ പിന്തുടർന്ന ദുഷ്ടപിശാചിന്റെ പദ്ധതിക്കകത്ത് നിന്ന് തമ്പുരാന്റെ മുന്നോട്ട് പോകുക എന്നെ ശക്തീകരിച്ച ദൈവം ഇന്നും ജീവിക്കുന്നു. ഇന്നേക്ക് 2021 വർഷങ്ങൾക്കപ്പുറം ആമേൻ ജനിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ എനിക്ക് 13 വയസ്സ് പ്രായമുള്ളപ്പോഴാ അടുത്തറിയുവാൻ കൃപ ലഭിച്ചത്. ആമേൻ ഹോസ്പിറ്റൽ കിടക്കയിൽ ഓപ്പറേഷൻ വിധേയനായി മരണത്തിന്റെ മുഖമുഖമായി കൈക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അശ്വനീരിയിൽ നിന്ന് കേട്ട ദൈവശബ്ദത്തിന് മുമ്പിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു. ഹല്ലേലൂയ. അന്ന് തീർന്നുവെന്ന് അതേ ഡോക്ടർ പറഞ്ഞെടുത്ത് അന്ന്
തീർന്നുവെന്ന് ലോകം പറഞ്ഞെടുത്ത് ആമേൻ ഇല്ല മോനെ തീർന്നില്ല, ഇനിയും ആമേൻ മുൻപോട്ട് അതെ ജീവിതമുണ്ട്, ഇനിയും മുമ്പോട്ട് യാത്രയുണ്ടെന്ന് ആമേൻ അതെ എന്നോട് പറഞ്ഞ എന്റെ കർത്താവിനെ ഇന്ന് രാത്രി ഈ മീഡിയയിലൂടെ ശുശ്രൂഷിക്കുവാൻ അതെ പ്രസംഗിക്കുവാൻ എന്നെ പ്രാപ്തനാക്കിയ സർവശക്തനായ ദൈവത്തിന്റെ ആമേൻ നാമമഹത്വത്തിനായി ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, തീർന്നുവെന്ന് ലോകം പറയുമ്പോൾ, അവസാനിച്ചുവെന്ന് ലോകം പറയുമ്പോൾ, വിധി എഴുതുമ്പോൾ ആമേൻ അതിനെ തിരുത്തി എഴുതി ആയുസ്സിനെ നിർക്കുവാൻ ഉലകത്തിൽ ഒരുവനേ ഉള്ളൂ. അത് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അതെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇന്ന് രാത്രി രക്ഷയില്ല, രക്ഷപ്പെടാൻ എഴുതില്ല. അതെ കുഞ്ഞുങ്ങളെ തെരുവിൽ എറിഞ്ഞു കൊല്ലുന്നു, കത്തിക്കുന്നു. അത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കടവാറ്റ് ഒരുമിച്ച് ആത്മഹത്യ ചെയ്യുന്നു. എന്തൊക്കെ ലോകത്ത് അനിഷ്ട സംഭവങ്ങൾ നടമാടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി നീ കേൾക്കാതെ പോകരുത്, നീ അറിയാതെ പോകരുത്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വവും വിശ്വസിക്കുന്നവർക്ക് ദൈവശക്തിയുമായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ അറ്റത്തോളം പ്രസംഗിക്കപ്പെടണമെന്ന് അരുമനാഥൻ അരുളി ചെയ്ത ദൗത്യം ഏറ്റെടുത്ത് വിശ്വസനെന്ന് എണ്ണി വേലയ്ക്കാക്കി വെച്ചിരിക്കുന്ന ആമേൻ അതെ അഭിഷക്തന്മാർ അതെ സമയം നോക്കാതെ കാലം നോക്കാതെ സന്ദർഭം ആമേൻ സാഹചര്യങ്ങളെല്ലാം അനുകൂലമാക്കി തരുന്ന ദൈവത്തെ അതെ പോരാതെ അത് ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി നിന്റെ കാതുകളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന വചനം നിന്റെ ഭാരത്തെ നീക്കി നിനക്ക് സമാധാനവും സന്തോഷവും നൽകുന്ന വചനമാണ്. ഇന്ന് രാത്രി നരഭോജിയെ നരസ്നേഹിയാക്കി മാറ്റി കഴിഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹം ആമേൻ പിതാവ് വെളിപ്പെടുത്തി ക്രൂശിൽ കർത്താവ് തന്റെ അവസാനത്തുള്ളി രക്തം ഒഴുക്കിയത് നിന്റെ സകല പാപത്തെ അവൻ ഈ ഭൂമിയിലുള്ള അവസാനത്തെ വ്യക്തിയും രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കുവാനാണ്. അതുകൊണ്ട് നീ ആമേൻ അതെ ഇത് അറിയാതെ പോകരുത്. ഇന്ന് രാത്രി ഭൂമിയിലെ വിശുദ്ധന്മാരോ അവരെനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. അതിൽ ലോകത്തിൽ ഒരുപക്ഷെ ആമേൻ അതെ വിശുദ്ധന്മാരെ കാണുമ്പോൾ പുച്ഛമായിരിക്കും. ഹല്ലേലൂയ. വിശുദ്ധന്മാരെ കാണുമ്പോൾ കളിക്കും. ഹല്ലേലൂയ. ത്തിന്റെ വചനം പറയുന്നു 16-ാം അധ്യായം 3-ാം വാക്യം, സങ്കീർത്തനം 16:3, ആ ഭൂമിയിലെ വിശുദ്ധന്മാരോ അവരെ പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. അവൻ ദൈവത്തിന് പ്രസാദകരമായിരിക്കുന്നവരാ. ഹല്ലേലൂയ. അവരെ പറ്റി പറയുന്നത് അവർ ദൈവത്തിന് ശ്രേഷ്ഠൻ. ആ ശ്രേഷ്ഠമായ പദവി ജീവിക്കുവാൻ പരിതപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി കരമടച്ച് കർത്താവിന് മഹത്വം കൊടുത്തു. അങ്ങനെ ശ്രേഷ്ഠമായ പദവിയിൽ ജീവിക്കുവാൻ കൃപലഭിച്ച അഭിഷക്തൻ എഴുതിയത് അവൻ കരുണവനാകയ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളി. ഇന്ന് രാത്രി ആരെങ്കിലും ചിന്താകുലം പേറി നിരാശ കൊണ്ട് ആമേൻ സ്വസ്ഥത നഷ്ടപ്പെട്ട് ഉറക്കം നഷ്ടപ്പെട്ട് അതേ കണ്ണുനീരിൽ ദുഃഖത്തിലുമായിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ഒരു രാത്രി മുഴുവനും അധ്വാനിച്ച് ഒന്നും കിട്ടാതെ നിരാശനായി അടുത്ത പ്രഭാതത്തിൽ ആമേൻ അത് വലയിറക്കുവാൻ അതേ കരുകിക്കൊണ്ടിരുന്ന ആമേൻ അതേ അടുത്ത ദിവസം ഉത്തരവാദിത്വമുള്ള പത്രോസ് ആമേൻ പടക് വലിച്ചെറിഞ്ഞില്ല, വല വലിച്ചെറിഞ്ഞില്ല. ആമേൻ അവൻ അധ്വാനശീലനാ. ആമേൻ കുടുംബത്തെ കുറിച്ച് ഉത്തരവാദിത്വമുള്ളവരാ. ആമേൻ അവൻ ഇരിക്കുന്നിടത്തേക്ക് ചെന്ന് ആഴത്തിലേക്ക് ഇറക്കി വല വീശുവാൻ ആജ്ഞാപിച്ചപ്പോൾ യേശുവേ നിന്റെ ഗുരുവേ നാഥാ നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് പറഞ്ഞ് വലയിറക്കിയപ്പോ ആമേൻ അതെ കടലിന്റെ സ്ഥിതി വിശേഷങ്ങൾ അറിയാവുന്ന ഇന്ന് വരെ പിടിച്ചിട്ടില്ലാത്ത പെരുത്ത മീൻകൂട്ടത്തെ വലയ്ക്കകത്ത് കയറ്റിക്കൊടുത്ത് ആമേൻ കരുതുന്നവനാണ് ദൈവമെന്ന് ലോകത്തോട് പറയുവാൻ അനുഭവവും സമ്പത്തിനുടമയാക്കി മാറ്റിയ ദൈവം ഇന്ന് രാത്രി കഷ്ടപ്പെടുന്ന വേദനപ്പെടുന്ന നിരാശപ്പെടുന്ന ജോലി പോകുമോ, കുടുംബത്തിന്റെ സ്ഥിതി എന്താകും, തലമുറയുടെ അവസ്ഥ എന്താകും ചിന്തിച്ചിരിക്കുന്ന നിന്നെ കൊണ്ട് മഹിമ കണ്ട സാക്ഷിയായി ലോകത്തിന്റെ അറ്റത്തോളം യേശു ജീവിക്കുന്ന ഇടകത്തക്ക വിധത്തിൽ നിരാശയോടായിരിക്കുന്ന നിന്റെ അരികിൽ യേശു അവന്റെ വാക്കിന് നീ ഒന്ന് ചലിക്കുവാൻ തയ്യാറായാൽ, അവന്റെ വാർത്തമൊന്ന് വിശ്വസിക്കുവാൻ തയ്യാറായാൽ, അവന്റെ ശബ്ദമൊന്ന് കേൾക്കുവാൻ തയ്യാറായാൽ ഇന്ന് രാത്രി നിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരിക, നിന്റെ ചരിത്രം തിരിച്ച് എഴുതുക. അതേ ശൂന്യം മാത്രമാ, അതേ കയ്യിൽ
ഒന്നുമില്ലെന്നേ, അത് ശൂന്യത മാത്രമാ. എന്നാൽ ആ ശൂന്യതകൾ ഇന്ന് രാത്രി നികത്തുന്ന രാത്രിയാ എന്ന് പറഞ്ഞ എത്ര പേർ ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിന് മകൻ, ഓ ഞാനും എന്റെ മകനും അടയുണ്ടാക്കി തിന്നിട്ട് മരിക്കാൻ ഒരുങ്ങി അത് വിറക് പറക്കൊണ്ടിരിക്കുന്ന ആമേൻ വിധവയെ ആമേൻ സ്വർഗം കണ്ട് ആമേൻ ഇവിടെ തീരണ്ട, ഇനിയും നീയും നിന്നോട് കൂടെയുള്ളവരും അഗോവൃത്തി കഴിയത്തക്ക വിധത്തിൽ പ്രവർത്തി വലിയവനായ ദൈവത്തിന്റെ കരം ആ വിധവയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചത് ആമേൻ കെരീത്തിലിരുന്ന ഏലിയാവിനെ അവിടേക്ക് അയച്ചിട്ട ഇന്ന് രാത്രി കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം മണ്ണത്തിൽ പട്ടുപോകുവാൻ അനുവദിക്കുന്നവർ മകനും മാതാവും ജീവിതം അവസാനിപ്പിക്കുവാൻ അനുവദിക്കാതെ ആമേൻ നിനക്കാത്ത സമയത്ത് ആമേൻ അതെ ഭരണിക്കകത്ത് ഉറവയെ തുറന്നവൻ, കലത്തിനകത്ത് ഉറവയെ തുറന്നവൻ ഇന്ന് രാത്രി അത് കൂടെയുണ്ട്. കരപടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. അവൻ നിങ്ങൾ കരുതുന്നത് ആമേൻ ഞങ്ങളുടെ വഴിയും ജീവിതവും ആമേൻ വളരെ ആമേൻ അനിശ്ചിതത്വത്തിലാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ ഭാരം ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ആമേൻ ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ആമേൻ തങ്ങൾക്ക് ചെയ്യുവാൻ കഴിയാത്തത് ചെയ്യുവാൻ തക്കവണ്ണം കരുത്തുള്ളവനായി മാറത്തക്ക വിധത്തിൽ ഉയരത്തിലെ ആത്മാവിനാൽ ഉയരത്തിലെ വചനത്താൽ അത് ശക്തീകരിക്കുന്ന ദൈവം ഇന്ന് രാത്രി അവന്റെ മുഴു സാന്നിധ്യവുമായി കഷ്ടതയുടെ നടുവിലൂടെ കടന്നു പോകുന്ന, വേദനയിലൂടെ നടുവിലൂടെ കടന്നു പോകുന്ന, പ്രതികൂലത്തിന്റെ നടുവിലൂടെ കടന്നു പോകുന്ന സ്നേഹിത സഹോദര സഹോദരി കൂടപ്പറപ്പെ മാതാവേ അഭിഷക്തരെ ഇന്ന് രാത്രി ദൈവം നിന്റെ കൂടെയുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഒരിക്കൽ കൂടെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ദൈവമക്കളും അവരുടെ സൃഷ്ടാവും തമ്മിലുള്ള കൂട്ടായ്മയാണ് പ്രാർത്ഥന. ഹല്ലേലൂയ. ആമേൻ. എന്റെ വിഷയം പ്രാർത്ഥന എന്നുള്ളതാണ്. ഹല്ലേലൂയ. ദൈവമക്കളും അവരുടെ സൃഷ്ടാവും തമ്മിലുള്ള കൂട്ടായ്മയാണെന്ന് പ്രാർത്ഥന. ഹല്ലേലൂയ. ഭാരം ആവഹിക്കുന്നവർ, വേദനയിലൂടെ കടന്നു പോകുന്നവർ, രോഗം അനുഭവിക്കുന്നവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയങ്ങൾ വേർതിരിക്കുക. ഹല്ലേലൂയ. ദൈവമക്കളും അവരുടെ സൃഷ്ടാവും തമ്മിലുള്ള കൂട്ടായ്മയാണ് പ്രാർത്ഥന. ഹല്ലേലൂയ. പ്രാർത്ഥന കൂടാതെ ആമേൻ ഒന്നും ചെയ്യുവാൻ കഴിയാത്തതിനാൽ ഹല്ലേലൂയ ആമേൻ ആമേൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഏറിയ സമയം പിതാവിന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്ന ശീലം കർത്താവിനുണ്ടായിരുന്നു. ഹല്ലേലൂയ. അവനെ അനുഗമിക്കുന്ന തന്റെ ശിഷ്യന്മാർക്കും ഈ ഭൂമിയിൽ ദൈവനാമ മഹത്വത്തിന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഏറിയ സമയം എന്ത് ചെയ്യണം? പ്രാർത്ഥനയ്ക്ക് സമയം വേർതിരിക്കണം. ഹല്ലേലൂയ. ആമേൻ. അതെ, അവന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ആമേൻ ആമേൻ അതെ ദൈവപ്രവൃത്തി തന്നിലൂടെ വെളിപ്പെടുവാൻ തക്കവണ്ണം ആമേൻ അതെ ഇടയായി തീരേണ്ടതിന് സദാസമയം ഹല്ലേലൂയ അവൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വേർതിരിച്ചു. ഹല്ലേലൂയ. എന്നാൽ തന്റെ ജീവിതത്തിൽ തന്റെ ഹൃദയം തകർന്നു പോകത്തക്ക വിധത്തിൽ ആമേൻ വേദന കടന്നു വന്നപ്പോൾ അവൻ ചെയ്തത് ആമേൻ ഒരു മുഴം കയറി ജീവിതം അവസാനിപ്പിക്കുകയല്ലായിരുന്നു. ഹല്ലേലൂയ. ആമേൻ വിഷക്കുപ്പി കയ്യിലെടുക്കുകയല്ലായിരുന്നു. ആമേൻ കോടതി കയറി ഇറങ്ങില്ലായിരുന്നു. ആമേൻ അതെ പിന്നെ എന്താ ചെയ്തത്? സുവിശേഷം 22-ാം അധ്യായം 44-ാം വാക്യം വായിക്കുമ്പോൾ ഹല്ലേലൂയ വളരെ വേദനയിലായി അവന്റെ ആമേൻ വിയർപ്പ് തുള്ളി ഹല്ലേലൂയ അതെ രക്ത തുള്ളികളായി ഹല്ലേലൂയ അതെ വീഴത്തക്ക വിധത്തിൽ കഠിന വേദനയിലായി അവിടെ വായിക്കുന്നത്. പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, പ്രാർത്ഥന എന്ന് പറയുന്നത് അവൻ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയാണെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. പ്രാണവേദനയിൽ ഹല്ലേലൂയ പുത്രൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ പ്രാർത്ഥിച്ച ഒരു വേദഭാഗം ആമേൻ ലൂക്കോസ് വൈദ്യനായ ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുക. പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ത്തിലെ ചില വിഷയങ്ങൾ, നമ്മുടെ ചില വിഷയങ്ങൾ, ഭാവി ചില വിഷയങ്ങൾ, ജോലി സംബന്ധമായ ചില ശുശ്രൂഷാസംബന്ധമായ ചില വിഷയങ്ങൾ, വ്യക്തിപരമായ ചില വിഷയങ്ങൾ, ചിലപ്പോൾ പ്രാണവേദനയിലാണ്. പ്രാണവേദനയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു അപ്രകാരം വേദനയിലൂടെ കടന്നുപോയപ്പോൾ ചെയ്തത് പ്രാർത്ഥിക്കുകയാണ്. അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോര തുള്ളി പോലെയായി. ഹല്ലേലൂയ. നോക്കണമേ, എന്തൊരു പ്രാർത്ഥനയാ, എന്തൊരു വേദനയാ. ഹല്ലേലൂയ. ഒരു ഡെലിവറൻസ്.
ആമേൻ. നമുക്കറിയാം നമ്മുടെ മാതാക്കൾ, ഹല്ലേലൂയ, നമ്മുടെ സഹോദരിമാർ ഒരു കുഞ്ഞിനെ ഈ ഭൂമിയിലേക്ക് ജന്മം കൊടുക്കുവാൻ സമയമാകുമ്പോൾ അവരുടെ ശരീരം പോലെ ആമേൻ വേദനയോടെ പ്രസവിച്ച കുഞ്ഞിന്റെ മുഖം കാണുമ്പോൾ അവർ സംഭവിക്കുകയാണ്. ഇവിടെ ഇതാ പ്രാണവേദനയിൽ, ആമേൻ, അതേ ശരീരമാസകല ഒടിഞ്ഞു മുറിഞ്ഞ് തകരുന്ന വേദനയിൽ, ആമേൻ, യേശു കർത്താവ് ഗതസമനയിൽ അതേ മുട്ടുമടക്കി ഇന്ന് രാത്രി ചില വിഷയത്തോടുള്ള ബന്ധത്തിൽ പ്രാണവേദനയിലായി ആമേൻ നിലവിളിക്ക് ദൈവ പൈതലേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി അത് ഇറങ്ങി വരുന്ന സ്വർഗമുണ്ട്. ആമേൻ. വേദന അവനെ ശാരീരികമായി അത് ബാധിച്ച് അവൻ വേദനാജനകമായ ആന്തരിക പോരാട്ടം, ഹല്ലേലൂയ, അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ആമേൻ. 4 സുവിശേഷങ്ങൾ ഉണ്ടെങ്കിലും ലൂക്കോസ് മാത്രമാണ് ഈ വിഷയം രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഹല്ലേലൂയ, അവനൊരു ഡോക്ടറാണ്. ആമേൻ. അവൻ അറ്റാക്ക് വന്ന് ഞരമ്പ് പൊട്ടി, ആമേൻ, ഏതോ ആമേൻ ഞരമ്പ് പൊട്ടി വന്ന ബ്ലഡ് അല്ല കേട്ടോ. ഹല്ലേലൂയ. അങ്ങനെയായിരുന്നെങ്കിൽ അവൻ അവിടെ വീണുപോയേനെ. ആമേൻ. വേർപ്പ് തുള്ളി പോലെ, ആമേൻ, അതെ രക്തത്തുള്ളികൾ, ഹല്ലേലൂയ, അത് വേർപ്പിന് പകരം രക്തം, ആമേൻ, വെളിയിലേക്ക് വരത്തക്ക വിധത്തിൽ പ്രാണവേദനയിൽ അത്ര മാത്രം വേദനയാ ആമേൻ പുത്രൻ തമ്പുരാൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ അനുഭവിച്ചത്. ഹല്ലേലൂയ. ആമേൻ. അതെ മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി കാൽവറിയിൽ കൊൽക്കളത്തിൽ, ഹല്ലേലൂയ, യാഗമായി തീരേണ്ട സമയം അടുത്തപ്പോൾ അവന്റെ പ്രാണൻ അതികഠിനമായി വേദനിച്ചു. ഹല്ലേലൂയ. അത് ലോകത്തിന്റെ ഒരു രക്ഷയ്ക്ക് വേണ്ടി അത് അരുമനാഥൻ യാഗമായി തീരണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാ. എന്നാൽ അവിടെ കൊണ്ട് അവൻ തീർന്ന ഉയർപ്പിന്റെ പൊൻപുലരിയിൽ അവൻ ഉയർത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, ദൈവപ്രവർത്തിക്ക് ചുക്കാൻ കൊടുക്കുവാൻ, ദൈവസഭയുടെ അധ്യക്ഷനായിരിക്കുവാൻ, ദൈവസഭയുടെ ശുശ്രൂഷകനായിരിക്കുവാൻ, ഒരു ദൈവവൈതലായി സമർപ്പിക്കപ്പെട്ട ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ, മനുഷ്യന്റെ ജീവിതത്തിൽ പ്രാർത്ഥന ഒഴിച്ചുകൂടാൻ പറ്റാത്ത അതിപ്രധാനമായ ഒരു ഘടകമാണ്. ഹല്ലേലൂയ. ആ പ്രാർത്ഥന പലപ്പോഴും അതികഠിനം വേദന പെയിൻ ഉളവാകും. ഹല്ലേലൂയ. രാത്രി ആത്മാക്കളെ കുറിച്ച് ഭാരമുള്ളവർ ചില സമയങ്ങളിൽ ഹല്ലേലൂയ വേദന അനുഭവിക്കും. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ കഷ്ടതയുടെയോ ആ സംഘത്തിന്റെയോ തീവ്രതയെ വ്യക്തമാക്കി വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അതെ, ആ സമയത്ത് ആമേൻ, പിതാവേ, ആമേൻ, കഴിയുമെങ്കിൽ പാനപാത്രം എങ്കിൽ നിന്ന് എടുത്ത് നിൽക്കണമേ. അടുത്ത നിമിഷത്തിൽ അത് തിരുത്തി പറഞ്ഞു, അല്ല പിതാവേ, എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം എന്നിൽ നിറവേറ്റണമേ. ഹല്ലേലൂയ. കഷ്ടതയുടെ കഠിന ശോധനയിലൂടെ കടന്നു പോകുന്ന പ്രിയമുള്ളവരെ, ആമേൻ, കുടുംബത്തിലെ വിഷയമാകട്ടെ, ജോലി മേഖലയിലെ വിഷയമാകട്ടെ, ആമേൻ, തലമുറയെ കുറിച്ചുള്ള വിഷയമാകട്ടെ, ആമേൻ, ജീവിത പങ്കാളിയെ കുറിച്ചുള്ള വിഷയമാകട്ടെ, ആമേൻ, എന്തുമാകട്ടെ, ഇന്ന് രാത്രി കഠിന വേദനയിലൂടെ കടന്നു പോകേണ്ട ഒരു സിറ്റുവേഷൻസ് ജീവിതത്തിൽ കടന്നു വരുമ്പോ അവിടെ നീ ഒറ്റയ്ക്കല്ല, നിന്നെ ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നോടുള്ള ദൈവത്തിന്റെ ദൂതാണ്, നിന്നോടുള്ള ദൈവത്തിന്റെ വചനമാണ് നിറവേറുന്നതെന്ന് തിരിച്ചറിഞ്ഞാൽ അതേ ബലമുള്ള കീഴിൽ താണിരിക്കുവാൻ സ്വയം ഇടയായാൽ സകല നാമത്തിനും മേലായ നാമം നൽകി പിതാവായ ദൈവം തന്റെ പുത്രനെ ഉയർപ്പിച്ചതുപോലെ, ആമേൻ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കളെയും ഉയർത്തുവാൻ ദൈവം ശക്തരാണ്. എന്റെ ഉള്ള ആമേൻ, ഹല്ലേലൂയ, ആമേൻ, അതേ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഹൃദയം, ഹല്ലേലൂയ, തകർന്നു പോകത്തക്ക വിധത്തിൽ, ആമേൻ, അത് ക്രിസ്തുവിന്റെ കഷ്ടതയുടെയും സങ്കടത്തിന്റെയും ആ തീവ്രതയെ ഇത് എത്ര വ്യക്തമായി, ഹല്ലേലൂയ, അത് വെളിപ്പെടുത്തുന്ന വേദഭാഗങ്ങൾ അനവധി നിരവധി തിരുവചനത്തിലുണ്ട്. ഹല്ലേലൂയ. ആമേൻ. പാനപാത്രം, ആമേൻ, ഹല്ലേലൂയ, അതേ കർത്താവിനെ കാണിച്ചു കൊടുക്കുന്നതിന്റെ തലേ രാത്രി അവൻ പാനപാത്രം എടുത്തു. ഹല്ലേലൂയ. ആമേൻ. അവിടെ കൂടിയിരുന്ന ശിഷ്യന്മാരോട് സംസാരിച്ചു. ഹല്ലേലൂയ. എന്റെ ഉള്ള മരണവേദന പോലെ അതിദുഃഖമായിരിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ താമസിച്ച് എന്നോട് കൂടെ ഉണർന്നിരിപ്പിനെന്ന് അവരോട് പറഞ്ഞു. യേശു ശിഷ്യന്മാരോട് പറഞ്ഞതാണ്,
മരണവേദന പോലെ അതിദുഃഖമായിരിക്കും. ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിപ്പി എന്ന് അവരോട് പറഞ്ഞു. മത്തായി സുവിശേഷം 26:38-39. ഹല്ലേലൂയ. പിന്നെ അവൻ അല്പം മുമ്പോട്ട് ചെന്ന് കവണ്ണ് വീണ്, പിതാവേ, കഴിയുമെങ്കിൽ ആമേൻ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീ പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെ അല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആമേൻ ഒരു പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. തന്റെ ഉള്ളിൽ പ്രാണൻ പിടയുന്നത് പോലെയുള്ള അതികഠിനമായ ഒരു ദുഃഖഭാരമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇന്ന് രാത്രി വളരെ ഭാരത്തോടെ, വളരെ വേദനയോടെ, ഉള്ളം തകർന്നു പോകുന്ന അവസ്ഥയിൽ കൂടപ്പറപ്പിന് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി നെടുവീർപ്പെടുന്ന ആരൊക്കെയോ ഇന്ന് രാത്രി ഈ ലൈവിൽ ഉള്ളപ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, ആമേൻ, കാൽവരിയുടെ കളത്തിൽ, ഹല്ലേലൂയ, ആമേൻ, അത് രണ്ട് കള്ളന്മാരുടെ മധ്യേ തൂങ്ങപ്പെടുന്നതിന് മുമ്പ് ഗെത്സമനയിൽ ആമേൻ ഒരു വേദന അനുഭവിച്ചു. ഹല്ലേലൂയ. പ്രാണവേദന. ഹല്ലേലൂയ. എന്നാൽ മരണത്തെ, പാതാളത്തെ അതിജീവിച്ചുകൊണ്ട് സകലരെയും ലജ്ജിപ്പിച്ച് മിണ്ടാതാക്കി ദൈവപുത്രനായി ക്രിസ്തു ആമേൻ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. അത്തരം ഒരു ദുഃഖത്തിന് കാരണം ആമേൻ എന്തായിരുന്നു? യേശു കർത്താവ് പാപം ചെയ്യാത്തവൻ, നിർമ്മലൻ, ഹല്ലേലൂയ, ദോഷം വിട്ടകന്ന്, ഓ ഹല്ലേലൂയ, പരിശുദ്ധ ജീവിതം നയിച്ച കർത്താവ് എന്തിനാണ് ഇങ്ങനെ ആമേൻ അത്തരം ഒരു ദുഃഖത്തിന് കാരണമായി തീർന്നത്? ഹല്ലേലൂയ. തികച്ചും വിശുദ്ധനായവൻ ക്രൂശിൽ ലോകത്തിന്റെ ഭാരം വഹിക്കുവാനും ആ പാപത്തിന്റെ ശിക്ഷ വഹിക്കുവാനും പിതാവായ ദൈവത്താൽ കൈവിടപ്പെടുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു നന്മയ്ക്ക് വേണ്ടി, ഒരു വ്യക്തിയുടെ സൗഖ്യത്തിന് വേണ്ടി, ഒരു വ്യക്തിയുടെ അതേ അഭിവൃദ്ധിക്ക് വേണ്ടി ദൈവമൈതലെ ഒരു പക്ഷേ അല്പസമയം വേദന അനുഭവിക്കേണ്ടി വരും, കഷ്ടത അനുഭവിക്കേണ്ടി വരും, ദുരിതം അനുഭവിക്കേണ്ടി വരും. നമുക്കറിയാം, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെയും അതേ അപ്പൊല്ലോസും, ഹല്ലേലൂയ, ആമേൻ, സീലാസും ഒക്കെ, ഹല്ലേലൂയ, ഈ ഭൂമിയിലായിരുന്നപ്പോൾ കഷ്ട അവരനുഭവിച്ചു. എന്തിനു വേണ്ടിയാ? കഷ്ടത ആയിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി. ഹല്ലേലൂയ. കാരാഗൃഹത്തിനകത്ത് പൗലോസും സീലാസും ആമേൻ അടികൊണ്ട് ആമത്തിൽ കൈകാലുകൾ പൂട്ടപ്പെട്ട് ആമേൻ അവർ കൊലപാതകം ചെയ്തത് കൊണ്ടല്ല, രാജദ്രോഹ കുറ്റം ചെയ്തിരുന്നത് കൊണ്ടല്ല, ആദ്യ നീതിമാനായ ദൈവത്തെ അറിഞ്ഞ് ആമേൻ യേശു കർത്താവിനെ പ്രസംഗിച്ചത് കൊണ്ടാണ്. ഹല്ലേലൂയ. യേശുവിനെ പ്രസംഗിച്ചെടുത്തല്ല അനേകര് വിടുവിക്കപ്പെട്ടു, അനേകര് സൗഖ്യമായി, അനേകര് ദൈവരാജ്യത്തിന് അവകാശികളായി മാറി. ആമേൻ. അത് അക്കാലത്തായിരുന്ന ഒരു കൂട്ടം വിരോധികൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ട് അവരെ അടിച്ച് ആ കാരാഗ്രഹത്തിനകത്താക്കി. എന്നാൽ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് അവർ ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിത്തറയിടകി. ആമേൻ. അവർക്ക് മുന്നമേ അവിടെ ബന്ധിക്കപ്പെട്ട് കടന്നവർ ഉൾപ്പെടെ വിടുവിക്കപ്പെടുവാൻ തക്കവണ്ണമിടയായി. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, ദൈവദാസന്മാർ, അഭിഷക്തന്റെ അതേ ചില കഷ്ടതകളിലൂടെ, ചില വേദനകളിലൂടെ, ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോ അതേ ഇടിവിൽ നിന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ നാം മാത്രമല്ല നമ്മിലൂടെ അനേകര് വിടുവിക്കപ്പെടുകയാ. ഓ, കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. ഏകദേശം 9 മണി നേരത്ത് യേശു ആമേൻ ഏലി ഏലി ലമ്മാ ശബക്താനി എന്നുറക്കെ നിലവിളിച്ചു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം തരുന്ന ആമേൻ അതേ നിലയിൽ ദൈവ സന്നിധിയിൽ തകർന്ന് നിലവിളിക്കുവാൻ തക്കവണ്ണം ഇടയായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു ആമേൻ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഭൂമിയിൽ ജീവിച്ചപ്പോൾ ഏറിയ സമയം അവൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെലവഴിച്ചു. ഹല്ലേലൂയ. ആമേൻ. പിറ്റന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. ആമേൻ. മനുഷ്യൻ തികച്ചും ആമേൻ ദൈവ സന്നിധിയിൽ വിശുദ്ധനായി ജീവിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവൻ വരുന്നത് കണ്ടിട്ട് യോഹന്നാൻ പറയുക, ആമേൻ, അതെ, ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. ആമേൻ.
6 മാസം മുമ്പ് ജനിക്കുവാൻ കൃപ ലഭിച്ച യോഹന്നാൻ ആയിരിക്കുന്നിടത്തേക്ക് നടന്നു വരികയായി യേശു. ഹല്ലേലൂയ. അവൻ പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ഹല്ലേലൂയ. ഇന്ന് രാത്രി നീതിമാനായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, നമുക്ക് വേണ്ടിയാ അവൻ പാപമാക്കിയത്. ഉണർന്നിരിപ്പാൻ ഈ ശിഷ്യന്മാരോട് അവൻ ആവശ്യപ്പെട്ടു. ഇന്ന് രാത്രി അല്പസമയം ഉണർന്നിരിക്കാൻ പറ്റാത്ത എത്ര പേരുണ്ട്? ഹല്ലേലൂയ. മെസ്സേജ് കേൾക്കുമ്പോഴും ഉറങ്ങി വീഴുന്നവരുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അങ്ങനെ വീഴുകയാണെങ്കിൽ വീണ പോലെ വീഴണം. ആമേൻ. അവൻ പുറകോട്ട് വീണ് പെടലി ഓടിച്ച് ചത്തുപോയി. അവനെ എടുത്തുകൊണ്ട് കുഴിച്ചിട്ടു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ ആമേൻ അലസരായി ഇരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആമേൻ ദൈവവചനത്തിന് മുമ്പിൽ അലസമായി ഇരിക്കുന്നവരുണ്ടെങ്കിൽ, ആമേൻ ഓർക്കണം, ടി വി കാണുമ്പോ പ്രശ്നമില്ല, കുശലം പറയുമ്പോ പ്രശ്നമില്ല, ആമേൻ എവിടെയെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോ ഒരു പ്രശ്നമില്ല. ദൈവവചനത്തിന് മുമ്പിൽ ഇരിക്കുമ്പോ ഉറക്കം തോന്നുന്നുണ്ടെങ്കിൽ അത് പിശാച് നിന്നെ കൊണ്ടിരിക്കുകയാണ്. ദൈവവചനം കേൾക്കുമ്പോ, ദൈവവചനം വായിക്കുമ്പോ അതെ നിനക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ പിശാച് നിന്നെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. തന്നോടൊപ്പം ഉണർന്നിരിപ്പാൻ യേശു ശിഷ്യന്മാരോട് എന്ത് ചെയ്തു? ആവശ്യപ്പെട്ടു. ഹല്ലേലൂയ. അതിവ്യതയുടെ ആ നിമിഷങ്ങളിൽ തന്റെ മാനുഷിക സ്വഭാവം, ഒരു സാഹിത്യം ആഗ്രഹിച്ചുവോ? ഒരു കൂട്ടായ്മ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ആമേൻ ഇരുവർ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഒരുവനെപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ, ഓ വിശുദ്ധനായ ഈ ഭൂമിയിൽ ഒരു പാപവും ചെയ്യാം. ഹല്ലേലൂയ. അതിവ്യതയുടെ ആ നിമിഷങ്ങളിൽ ആമേൻ തന്റെ മാനുഷിക സ്വഭാവം, ഒരു സാഹിത്യം ആഗ്രഹിക്കുന്നു. തീർച്ചയായും അവൻ ഈ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിന് സാക്ഷികൾ ഉണ്ടാകണമായിരുന്നു. ആമേൻ. പ്രിയമുള്ളവരെ, ഒരു അത്ഭുതം നടക്കുമ്പോൾ, ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ അതിന് സാക്ഷികൾ ഉണ്ടായി. ഹല്ലേലൂയ. അവൻ അതിഭയങ്കരമായ മാനസിക വിക്ഷോഭം, ഹല്ലേലൂയ, ആ പ്രതിസന്ധിയെ കുറിച്ചുള്ള ബോധം, അതെ സഹായത്തിനുള്ള അതിവേദനയോട് കൂടി ആഗ്രഹം, ആമേൻ എന്നിവയാണ് അതെ കവിണ് വീഴുന്നത് കൊണ്ട് ആമേൻ അതെ അവിടെ തിരുവചനം വെളിപ്പെടുത്തുന്നത്. നോക്കുക, പ്രാണവേദനയിലായി പിതാവിന്റെ സന്നിധിയിൽ അവൻ കവിണ് വീഴുകയാ. പ്രിയമുള്ളവരെ, ചില വിഷയങ്ങളുമായി ദൈവ സന്നിധിയിൽ കവിണ് വീഴുവാൻ തയ്യാറായ നീതിയോട് ഉത്തരപ്പെടുന്നത്. ഹന്ന നിന്ദിക്കപ്പെട്ടവളായിരുന്നെങ്കിലും അവൾ ആലയത്തിൽ പോയി കരയുവാൻ, പ്രാർത്ഥിക്കുവാൻ, ദൈവാലയം വിട്ടുപിരിയാൻ, അവളുടെ വിഷയത്തിന് മറുപടി കാണുവോ നിന്ന ഒരു വശത്തുണ്ടെങ്കിലും അവൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറായതുകൊണ്ട് അവളുടെ ഹൃദയത്തിൽ ആഗ്രഹം പോലെ ദൈവം മറുപടി നൽകുവാൻ ഇടയായി. ഹല്ലേലൂയ. അതിഭയങ്കരമായ മാനസിക സംഘർഷ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും ഹല്ലേലൂയ പ്രതിസന്ധിയെ കുറിച്ചുള്ള ബോധം, അതെ അവനുള്ള ആ സഹായത്തിനുള്ള അതിവേദനയോട് കൂടിയുള്ള ആഗ്രഹം, അവനെ ദൈവസന്നിധിയിൽ കവിണ് വീണ് അതെ നിലവിളിക്കുവാൻ തക്കവണ്ണം ഇടയാക്കി. ഇന്ന് രാത്രി ചില വേദനകളിലൂടെ, ചില പ്രശ്നങ്ങളിലൂടെ, ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ദൈവത്തിന്റെ പൈതലെ, അത് ഇടിഞ്ഞു കിടന്ന് ഏലിയ പണിത് നിലവിളി തീ കൊണ്ട് ഉത്തരമറിഞ്ഞ ദൈവം രേഖ എഴുതി ഉണ്ടാക്കിയിരിക്കുന്നുവെന്ന് കേട്ടപ്പോൾ ആമേൻ പതിവ് പോലെ അവൻ കിളിവാതിൽ എരിച്ച് തുറന്നിട്ട് ആമേൻ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ആമേൻ. പലരും കിളിവാതിലുകൾ തുറന്നിട്ട് ആമേൻ ദാവീദിനെ പോലെ നോക്കി പാപം ചെയ്ത് തകർന്നുകൊണ്ടിരിക്കുമ്പോ ദാനിയേലിനെ പോലെ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന സ്വർഗം മറുപടി. ഹല്ലേലൂയ. ആമേൻ. ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷിക്കുകയും അഭയയാചന കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. യേശുവിന്റെ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ആമേൻ. തനിക്ക് മുമ്പിലുള്ള ഭയാനകമായ അനുഭവങ്ങളുടെ ആമേൻ അതേ പ്രതീകമാണ് ആമേൻ തന്റെ കയ്യിൽ ആമേൻ അതേ ഇരിക്കുന്ന പാനപാത്രം. ഹല്ലേലൂയ. അവൻ പാപമായി തീരുവാൻ, ആമേൻ മനുഷ്യരുടെ പാപത്തിന് നേരെയുള്ള ദൈവകോപത്തിന്റെ പാനപാത്രം കുടിക്കുവാനും ആമേൻ തയ്യാറാവുകയാണ്.
ഹല്ലേലൂയ. ആമേൻ. അതെ, ഇത് ചെയ്യുവാനായിരുന്നു താൻ ഈ ഭൂമിയിലേക്ക് വന്നത് എന്ന് ആമേൻ അത് തന്റെ ജീവിതം കൊണ്ട് മാനവരാശിക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ഹല്ലേലൂയ. ഇപ്പോഴെന്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു, ഞാൻ എന്തു പറയുന്നു? പിതാവേ, ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, എങ്കിലും ഇത് നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. പിതാവും തന്റെ പുത്രനും തമ്മിലുള്ള ബന്ധത്തിന്റെ ദൃഢത മനസ്സിലാക്കി ഹല്ലേലൂയ അവൻ തകർന്നു പോകുവാൻ അനുവദിക്കാതെ തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവനായ ദൈവം തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന വചനത്തിന്റെ നിവൃത്തി ആമേനിലേക്ക് എത്തേണ്ടതിനു വേണ്ടി അവനെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു, അവനെ ശക്തീകരിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ഇപ്പോൾ ആ നിമിഷം വന്നെത്തിയപ്പോൾ ഹല്ലേലൂയ ആ ദൃശ്യം വളരെയധികം ഭയാനകമായിരുന്നു. ഹല്ലേലൂയ. തന്റെ വിശുദ്ധ സ്വഭാവം ആമേൻ പിൻവലിയുന്നത് തന്നെ അലട്ടുകയായിരുന്നു. ഹല്ലേലൂയ എന്ന് പറഞ്ഞ തികച്ചും മനുഷ്യനാണ്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ആമേൻ അതെ ആ കാൽവരിയിൽ ആമേൻ ആ ക്രൂശിൽ താൻ പ്രാണനെ വെടിയുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആമേൻ. മനുഷ്യർക്ക് വേണ്ടിയുള്ള ആ ദൈവിക പദ്ധതി നിറവേറ്റുവാൻ മറ്റെന്തെങ്കിലും മാർഗം കണ്ടെത്തുവാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ഈ പാനപാത്രം താൻ കുടിക്കേണ്ടതില്ലായിരുന്നുവെന്ന് യേശു പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. എന്നാൽ അത് സാധ്യമായിരുന്നില്ല. ആമേൻ. തന്റെ പ്രാണൻ അതിവേദനയിലായിരുന്നിട്ട് പോലും ആമേൻ പിതാവ് അത് നീക്കിയില്ല. കാരണം ആമേൻ തന്നെ കുറിച്ച് ദൈവം എഴുതിയിരിക്കുന്നത് നിവൃത്തിയാകണമായിരുന്നു. പ്രിയമുള്ളവരെ, ചില വിഷയത്തിന്മേ ദൈവത്തിന്റെ നീതി വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയാകുമ്പോൾ ഹല്ലേലൂയ ചില അതികഠിനമായ വേദന അനുഭവിക്കേണ്ടതായി വരും. ദുഃഖം ഹല്ലേലൂയ ഒരു പക്ഷേ രക്തം ആമേൻ അതെ ഹല്ലേലൂയ വിയർപ്പ് തുള്ളി പോലെ ഭൂമിയിൽ വീഴേണ്ടതായി വരും. ഹല്ലേലൂയ. ആമേൻ. പിന്നെ അവൻ പ്രാണവേ പോലെയായി പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം യേശു എന്ത് ചെയ്യാണ്? സ്വീകരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ആമേൻ പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം പുത്രനിലൂടെ ആമേൻ വെളിപ്പെട്ട് കിട്ടുവാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. സകല മനുഷ്യരും പ്രാർത്ഥിക്കുവാൻ പഠിക്കേണ്ടതായ ആമേൻ ഒരു പ്രാർത്ഥനയാണ് ആമേൻ കർത്താവായ യേശു ക്രിസ്തു ഇവിടെ ഉരുവിടുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വഴിയും ആമേൻ ദൈവത്തിന്റെ ഇഷ്ടവും ലോകരക്ഷകനായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പിതാവായ ദൈവത്തിന്റെ ഇംഗിതം തിരിച്ചറിഞ്ഞ് താൻ സ്വയം സമർപ്പിക്കപ്പെടുക. ഇന്ന് അനേകരുടെ പ്രസംഗം കേട്ടാൽ, അനേകരുടെ പ്രാർത്ഥന കേട്ടാൽ ഹല്ലേലൂയ ദൈവഹിതം നിറവേറത്തക്ക രീതി പ്രസംഗമല്ല. ആമേൻ. പ്രസംഗകന്റെ ഇഷ്ടം നിറവേറുവാൻ, പ്രാർത്ഥനാ മനുഷ്യന്റെ ഇഷ്ടം നിറവേറുവാൻ അങ്ങനെ ആയിരുന്നില്ല. ആമേൻ. അതെ പ്രാർത്ഥിച്ച ആമേൻ യേശുവിന്റെ ഇഷ്ടമല്ല, പ്രാർത്ഥന കേൾക്കുന്ന പിതാവിന്റെ ഇഷ്ടം. ഹല്ലേലൂയ. പ്രസംഗിക്കുന്ന യേശുവിന്റെ ഇഷ്ടമല്ല, ആമേൻ പ്രസംഗിക്കുവാൻ തക്കവണ്ണം ആക്കി വെച്ച പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം. ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാ. മാനസാന്തരപ്പെട്ട് എല്ലാവരും സുവിശേഷത്തിൽ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. ഹല്ലേലൂയ. ആമേൻ. ഒരു സമയത്തേക്ക് അത് അത് നഷ്ടവുമായി തോന്നിക്കാമെങ്കിലും ഹല്ലേലൂയ അത് സ്വീകരിക്കുന്ന ശ്രേഷ്ഠൻ വളരെയധികം അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വഴിയും ദൈവത്തിന്റെ ഇഷ്ടവും ഹല്ലേലൂയ അതെ ഒരു ദൈവമൈതന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുവാൻ ആഴമായി സമർപ്പിക്കുമ്പോൾ ഒരു പക്ഷേ അത് കഷ്ടതയും നഷ്ടവുമായി തോന്നാമെങ്കിലും അത് സ്വീകരിക്കുന്ന ഒരു ശ്രേഷ്ഠൻ വളരെ അധികം അനുഗ്രഹിക്കപ്പെട്ടവനായി മാറുകയാ. ഇന്ന് രാത്രി ചില കഷ്ടതകൾ ദൈവം അറിഞ്ഞിട്ട, ചില വേദനകൾ, ചില നഷ്ടങ്ങൾ ദൈവം അനുവദിച്ചിട്ട് അത് തിരിച്ചറിഞ്ഞ് സ്വീകരിക്കുവാൻ തയ്യാറാകുന്നവർ ശ്രേഷ്ഠനായി ദൈവത്താൽ ഉയർച്ച പ്രാപിക്കുകയാ. ഇന്ന് രാത്രി ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവവചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി. ഹല്ലേലൂയ. നീ തകർന്നു പോകുവാനിടയാകാതെ, നീ ക്ഷീണിച്ചു പോകുവാനിടയാകാതെ ഹല്ലേലൂയ യേശു കർത്താവ് പത്രോസിനോട് ഇങ്ങനെ പറഞ്ഞു, വാൾ ഉറയിലിടുക. കർത്താവായ യേശു ക്രിസ്തുവിനെ ആമേൻ തീപ്പന്തങ്ങളുമായി വന്ന് പിടിച്ച് ക്രൂശിക്കുവാനായി കൊണ്ടുപോകുവാൻ പടയാളികൾ വന്നപ്പോൾ ഹല്ലേലൂയ ശിഷ്യനായ പത്രോസ് തന്റെ ആമേൻ ഉറയിൽ കിടന്ന വാളെടുത്ത് എന്ത് ചെയ്തു? വെട്ടി. ഹല്ലേലൂയ. പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ എന്ന് ആവേശം കയറി ആമേൻ പത്രോസ് വാളെടുത്ത് വെട്ടി. ഇതുപോലെയാ പലരും ആമേൻ ചില വ്യക്തികളോട്, ചില പ്രസ്ഥാനത്തോട്, ചില നേതൃത്വത്തോട് ആമേൻ ഒക്കെ കൂറുള്ളവര്
അവിവേകം കാട്ടിയതുപോലെ എന്ത് ചെയ്യാറുണ്ട്? കാട്ടാറുണ്ട്. പക്ഷെ ഇന്നത്തെ കുഴപ്പം അവിവേകം ആമേൻ കാട്ടിയില്ലെങ്കിൽ കാട്ടിക്കാൻ വേണ്ടി കാശ് കൊടുത്ത് ഇറക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ആമേൻ കൂലിക്കിറക്കി തല്ലിക്കുന്നവരുണ്ട്. ആമേൻ കൂലിക്കിറക്കി ആമേൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. എന്നാൽ യേശു കൂലി കൊടുത്തിട്ടല്ല, വാങ്ങിയ ആമേൻ ദൈവം പറഞ്ഞത് വാളൊറയിലിടുക, വാളെടുക്കുന്നവൻ വാളാൽ പ്രതികാരം നമുക്കുള്ളതല്ല, അത് ദൈവത്തിനുള്ളതാണ്. ഹല്ലേലൂയ. യേശു പത്രോസിനോട് വാൾ ഉറയിലിടുക. ഇന്ന് രാത്രി ദൈവഹിതം നിറവേറുന്നതിന് ചില കഷ്ടതയും ചില പീഡയും ചില പ്രതികൂലങ്ങളും ചില പ്രയാസങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും. ഹല്ലേലൂയ. ബറോബാസിനെ വിട്ടുതരിക, യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുക. ഇലക്ഷനിൽ നിന്ന് ആമേൻ കള്ള കൊടുത്തിട്ട് ആമേൻ കാശ് കൊടുത്ത് നേതാവാകാൻ വ്യാമോഹിക്കുന്ന അനേകരുണ്ട്. ഹല്ലേലൂയ. യേശു കർത്താവ് ആമേൻ ഒരു നേതാവായി ഭൂമിയിൽ മാറാൻ വേണ്ടി ബറോബാസിനെ വിട്ടുതരിക എന്ന് ആഘോഷിക്കുന്നവർക്ക് യേശു ഓഫർ കൊടുത്തിട്ട് ഇലക്ഷനിൽ നിന്ന് ജയിച്ചവനല്ല യേശു കർത്താവ്. സകല നാമത്തിനും മേലായ നാമം നൽകി പിതാവായ ദൈവം അവനെ ഉയർത്തിയത്. അവൻ ഹല്ലേലൂയ നീതിയോടെ ഉത്തരമരുളുന്ന നീതിമാനായ ദൈവത്തിന്റെ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. ആമേൻ. മനുഷ്യൻ നിന്നെ വിധിച്ച് പഴിച്ച് തള്ളുമ്പോൾ, ഹല്ലേലൂയ, ആക്രോശിക്കുമ്പോൾ, ഓ ബറോബാസിനെ വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്കുക. ഒരു പാപവും ചെയ്യാത്തവരെ, ആമേൻ, ഒരു അനീതിയും ചെയ്യാത്തവരെ, ഹല്ലേലൂയ, ക്രൂശിക്ക എന്ന് ആക്രോശിച്ചു നിരപരാധിത്വം തെളിയിക്കുവാനൊന്നും യേശു നിന്നില്ല. ആമേൻ. അവന്റെ ആണിരുന്നു. ആമേൻ. അവൻ ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്ക് വേണ്ടി നീതിയോട് ഉത്തരമരുളുന്ന സ്വർഗത്തിലെ ദൈവം. ഹല്ലേലൂയ. ആമേൻ. അതേ പാനപാത്രം കുടിക്കേണ്ടത് എന്ന് പറഞ്ഞു. ഇത് ചെയ്യുവാൻ പോകുന്നവൻ, ഹല്ലേലൂയ, എന്ന് പറഞ്ഞ തന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ കൂടെയുണ്ട്. ഹല്ലേലൂയ. ദൈവമക്കളെ, ആമേൻ, കൂടെ ഉള്ളവരെല്ലാം നല്ലവരാണെന്ന് ചിന്തിച്ചു പോകരുത്. ഹല്ലേലൂയ. കൂടെ പറന്നവരെല്ലാം നല്ലവരാണെന്ന് ചിന്തിച്ചു പോകരുത്. അങ്ങനെ കൂടെ പറന്നവർ നല്ലവരായിരുന്നെങ്കിൽ പൊട്ടക്കടലിൽ തള്ളിയിടുമായിരുന്നോ? ഹല്ലേലൂയ. ആമേൻ. തള്ളിയിട്ടാലും ആമേൻ ആ കൂടെ ഇരിക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്. ഹല്ലേലൂയ. കൂടെ പറന്നവർ മനസ്സിലാക്കിയില്ലെങ്കിലും കൂടെയുള്ളവൻ മനസ്സിലാക്കുന്നവനാ. രാത്രി ആമേൻ കൂടെ കിടക്കുന്ന അവൻ ഭാര്യയ്ക്ക് കാര്യം മനസ്സിലായില്ലെങ്കിലും അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നവന് കാര്യം മനസ്സിലാകുന്നുണ്ട്. ഇന്ന് രാത്രി കഷ്ടതയുടെ നടുവിലൂടെ കടന്നു പോകുന്ന ദൈവ പൈതലേ, അവൻ നിന്റെ നന്മ അനുഭവിക്കും. നിന്റെ കൂടപ്പിറപ്പോ നിന്റെ ജീവിത പങ്കാളിയോ നിന്റെ തലമുറയോ നിന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും നിന്നെ നീ അകത്തോട്ടെടുക്കുന്ന ശ്വാസം പുറത്തേക്ക് വിടുവാനും നീ കിടന്ന പായിൽ നിന്ന് എഴുന്നേൽക്കുവാനും നീ ചെയ്യുന്ന ജോലി ചെയ്യുവാനും അതേ മടങ്ങി വരുവാനും ഒക്കെ നിന്നെ പ്രാപ്തിയുള്ളവനാക്കി മാറ്റുന്ന സർവശക്തനായ ദൈവം, ഹല്ലേലൂയ, അതേ തന്നെ ഒറ്റിക്കൊടുക്കുവാൻ പോകുന്നവനെ തങ്ങളുടെ കൂട്ടത്തിൽ ആമേൻ ഉണ്ട്. ഹല്ലേലൂയ. ആമേൻ. ആ കൂട്ടത്തിൽ ആരാധിക്കുമെന്ന് അവർ തമ്മിൽ ചോദിച്ചു തുടങ്ങി. ഹല്ലേലൂയ. നോക്കണമേ, ഇന്നും ഇതുപോലെയാണ്. ഹല്ലേലൂയ. കൂടെയുള്ളവർ പരസ്പരം എന്ത് ചെയ്യുക? അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരായിരിക്കും? ആമേൻ. ഒരു യൂദ വളരെ വിരുദ്ധനായ കപടഭക്തിക്കാരനായിരുന്നത് കൊണ്ട് ആർക്കും അവനെ സംശയിക്കുവാൻ എന്ത് ചെയ്തില്ല? കഴിഞ്ഞില്ല. യോഹന്നാൻ 13-ാം അധ്യായം അതിന്റെ 26, 29. ഹല്ലേലൂയ. അതിന് യോഹന്നാൻ, ഞാൻ വെള്ളത്തിൽ സ്നാനിക്കുന്നു, എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുത്തൻ നിങ്ങളുടെ നോക്കണമേ, ആമേൻ, നിങ്ങൾ അറിയാത്ത ഒരുത്തൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ യേശുവിനെ അറിയേണ്ടതുപോലെ ഇനിയും എന്ത് ചെയ്തിട്ടില്ല? അറിഞ്ഞിട്ടില്ല. ആമേൻ. എന്റെ പിന്നാലെ വരുന്നവൻ തന്നെ അവന്റെ ചെരുപ്പിന്റെ വാറടിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് ഉത്തരം പറഞ്ഞു. പേര് ക്രിസ്ത്യാനിയല്ല. ഹല്ലേലൂയ. ആമേൻ. പോകുന്നത് ദേവാലയത്തിലാണ്, വായിക്കുന്നത് വേദപുസ്തകമാണ്. പക്ഷേ അതിനകത്ത് എഴുതിയിരിക്കുന്ന അരുമനാഥനെ കുറിച്ച് വേണ്ടുമ്പോൾ അറിയാതെ, അരുമനാഥന്റെ ഉപദേശത്തിനാക്കാതെ, അരുമനാഥൻ ജീവിച്ചതുപോലെ ജീവിക്കാതെ ക്രിസ്ത്യാനി എന്ന പേരില് ഉണ്ടല്ലോ. ആമേൻ. ഇത് യോർദാനക്കരെ യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചു കൊണ്ടിരുന്ന ബെഥാനിയിൽ സംഭവിച്ചു. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഇന്ന് ആമേൻ
ആമേൻ ആമേൻ ഹല്ലേലൂയ. യേശുവിനെ അറിയേണ്ടതുപോലെ ജീവിക്കാത്ത അനേകർ ഇന്നും ക്രിസ്ത്യാനി എന്ന പേര് ആമേൻ പറഞ്ഞ് നടക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ നിക്കോദോമോസ് ആമേൻ യേശുവിന്റെ അടുത്തേക്ക് വന്നത് ആമേൻ ഒരു നസറാണിയായിട്ടാണ്. ഹല്ലേലൂയ. ഒരു പാരമ്പര്യക്കാരൻ പള്ളിക്കാരനായിട്ടല്ലേ. ആമേൻ നീ ദൈവത്തിങ്കിൽ നിന്ന് വന്നവനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അവിടുന്ന് വരാതെ ഇതൊന്നും ചെയ്യാൻ ഒക്കത്തില്ലെന്ന്. ഹല്ലേലൂയ. പിന്നെ ആമേൻ ഞാൻ ആ കൂട്ടരെ ഭയന്നിട്ടാ രാത്രി വന്നത്. എന്നാൽ അരുമനാഥന്റെ ആ ഡെഡ് ബോഡി മറവ് ചെയ്യുവാൻ ആമേൻ അവസാന സമയത്ത് രഹസ്യ ശിഷ്യനായിരിക്കുന്ന ആമേൻ അന്ന് വന്ന് ചോദിച്ചിട്ട് പോയ നിക്കോദോമസിനെ പിന്നെ കാണുന്നത് ആമേൻ ആ ക്രൂശീകരണ സമയത്ത്. ഹല്ലേലൂയ. നാട്ടിൽ അറിയപ്പെടുന്ന നിലയിൽ ആമേൻ അതെ ആമേൻ ഒരു നേതാവായിട്ടൊന്നും ആമേൻ നിക്കോദോമസിനെ കാണുന്നില്ലെങ്കിലും അവൻ രഹസ്യമായി യേശുവിന് വേണ്ടി ആത്മാർത്ഥമായി സാക്ഷ്യം വഹിക്കുന്നവനായിരുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാട് കാണെ വലിയ കാര്യങ്ങളൊന്നും ചെയ്യുവാൻ രംഗത്തില്ലെങ്കിലും വേദിയിലില്ലെങ്കിലും രഹസ്യമായി ക്രിസ്തുവിന് വേണ്ടി സമർപ്പണത്തോടെ ജീവിക്കുന്നവനാണ് കർത്താവിന്റെ വരവിങ്കൽ നീ എടുക്കപ്പെടും. ആമേൻ. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. അതെ, ദൈവമക്കൾ എന്ന നിലയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പ്രാർത്ഥന ഉപേക്ഷിക്കുമ്പോൾ ഹല്ലേലൂയ നിങ്ങൾ പിശാചിനെയും അവന്റെ ഇരുട്ടിന്റെ കൂട്ടത്തെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ. എന്തുവാ ഒരു ദൈവമക്കൾ എന്ന നിലയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പ്രാർത്ഥന ഉപേക്ഷിക്കുമ്പോൾ ഹല്ലേലൂയ നിങ്ങൾ പിശാചിനെയും അവന്റെ അത് ഇരുട്ടിന്റെ കൂട്ടരെയും ഹല്ലേലൂയ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ. അതെ, തങ്ങളുടെ ജീവിതം അതെ ദുരിതപൂർണമാക്കുന്നതിന് പ്രാർത്ഥിക്കാത്ത ക്രിസ്ത്യാനികളുമായി ഭക്ഷണം കഴിക്കുവാൻ ഹല്ലേലൂയ ആമേൻ അവരെന്ത് ചെയ്യുന്നു? ഇഷ്ടപ്പെടുന്നു. ഇങ്ങനെയുള്ളവര് ഹല്ലേലൂയ ക്രിസ്ത്യാനിയാണെന്നുള്ള പേര് ആമേൻ എവിടെയെല്ലാം പോകാമോ അവിടെയെല്ലാം പോയി ആമേൻ അവരൊക്കെ ഒരുമിച്ച് കൂടി ആമേൻ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് സമയം എന്ത് ചെയ്യും? പോക്കും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിങ്ങൾ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ കയ്യിൽ ആമേൻ അതെ താണിരിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്തും ഹല്ലേലൂയ ആമേൻ നേടിയെടുക്കുവാൻ ദൈവവും സന്നിധിയിൽ സമയം ചെലവഴിക്കുവാൻ ഹല്ലേലൂയ നിങ്ങൾ തയ്യാറാണെങ്കിൽ അവനിൽ വിശ്വസിക്കുകയും അവന്റെ വചനം അവൻ പ്രഖ്യാപിക്കുകയും ഹല്ലേലൂയ അവന്റെ വചനപ്രകാരം വിശുദ്ധ ജീവിതം നയിക്കുകയും ചെയ്യുമെങ്കിൽ നിശ്ചയമായും നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹത്തെ സ്വർഗ്ഗത്തിലെ ദൈവം നൽകി തരുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുന്നതിനുള്ള ഹല്ലേലൂയ ആമേൻ ഏക വഴി കർത്താവായ യേശുവിൽ വിശ്വസിച്ച് പിതാവിന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കി യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു നീതിമാനു വേണ്ടി സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ കരം ആദ്യം ചലിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ ലളിതമായ ഒരു പ്രാർത്ഥനയാണ് ദൈവം ആഗ്രഹങ്ങൾ ആമേൻ അതെ നിങ്ങൾക്ക് ആമേൻ അതെ നൽകി തരുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. ഹല്ലേലൂയ. സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 23-ാം വാക്യത്തില് യേശു അവനോട് നിന്നാൽ കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് സകലവും കഴിയുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവിനെ കൊണ്ട് കഴിയാത്തതൊന്നുമില്ല, സകലതും സാധ്യമാക്കുന്നവൻ. ഹല്ലേലൂയ. അവന് കാറ്റിന്മേൽ കാറ്റിന്മേൽ പ്രകൃതിയുടെ മേൽ രോഗത്തിന്മേൽ സകലത്തിന്മേലും അധികാരമുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവിനോട് പ്രാർത്ഥിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ആ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താൽ ഹല്ലേലൂയ. നിങ്ങളുടെ മനസ്സിലുള്ളതെല്ലാം ഹല്ലേലൂയ അവൻ അറിയുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്കായി എന്തെങ്കിലും ചെയ്യുവാൻ എപ്പോഴും ദൈവത്തോട് ആമേൻ അതെ പ്രാർത്ഥനയിലൂടെ ദൈവസന്നിധിയിൽ ആമേൻ മുഴങ്കാൽ മടക്കുവാൻ നിങ്ങൾ തയ്യാറാണ്. ഹല്ലേലൂയ. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അതെ നിങ്ങളുമായ സകല ആമേൻ സമസ്ത മേഖലയെയും ഹല്ലേലൂയ സഭയെയും സമൂഹത്തെയും ആമേൻ ഭരണകൂടത്തെയും കുറിച്ചുള്ള ആമേൻ അതെ ആ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ഹല്ലേലൂയ നിങ്ങളിലൂടെ ആമേൻ അവൻ അറിഞ്ഞ് അവൻ കേട്ട് ആമേൻ അതെ അവനുമായി ഒരു ഉറ്റ ബന്ധം സ്ഥാപിച്ച് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ആമേൻ നാം ആയിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ നിശ്ചയമായും അവനുമായിട്ടുള്ള ആ കൂട്ടായ്മ ബന്ധത്തിൽ ഹല്ലേലൂയ ഏകാഗ്രതയോടെ നിലയ്ക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനെ മറക്കാതെ നീതിയോട് ഉത്തരവരുളുന്ന ദൈവം ഹല്ലേലൂയ മറുപടി നൽകുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥന ജീവിതം ആമേൻ അർത്ഥവത്താക്കുവാനുള്ള ഒരു സമയമായി ഇന്ന് രാത്രി തീരുമാനമെടുക്കുക.
എന്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുവാൻ ആരംഭിക്കാത്തത്? ഹല്ലേലൂയ. ആമേൻ. മറ്റു പലതിനു വേണ്ടി മുൻകൂട്ടി പ്ലാൻ ചെയ്തതുപോലെ എന്തുകൊണ്ട് 1 മണിക്കൂർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി, 2 മണിക്കൂർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അല്ല, സുഹൃത്തുക്കൾ തമ്മിൽ ഒരുമനപ്പെട്ടിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് സമയങ്ങൾ വേർതിരിക്കാതെ 120 പേര് അടങ്ങിയ ഒരു സംഘം ഒരുമനപ്പെട്ട് ആമേൻ അവർ ആമേൻ ഇരുന്ന ആ മാളിക മുറിക്കകത്ത് അവർ പ്രാർത്ഥനയ്ക്ക് മുഴങ്ങാൽ മടക്കിയപ്പോ ദൈവത്തിന്റെ വാഗ്ദത്തം അവരുടെ മേൽ വെളിപ്പെടുവാൻ നമ്മുടെയായി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാ. എല്ലാ കണ്ണുകളും അടച്ചാട്ട് ഹല്ലേലൂയ. ദൈവമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം ഹല്ലേലൂയ ദൃഢമാക്കുന്നതാണ്. ഹല്ലേലൂയ. ഒരു രക്ഷിക്കപ്പെട്ട ദൈവമായി ആമേൻ. പലപ്പോഴും അതേ യാക്കോബ് അപ്പോസ്തലൻ വല്ലാതെ യാചിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ. ഇന്ന് രാത്രി കേൾപ്പിച്ച വചനത്തിന് മുമ്പാകെ ഏൽപ്പിച്ചു കൊടുത്താട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വാഗ്ദത്തനും വാക്കുമാർത്തവനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, പ്രാർത്ഥനയിൽ അങ്ങയുമായിട്ടുള്ള കൂട്ടായ്മ എങ്ങനെ ദൃഢമാക്കണമെന്ന് യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോ തന്റെ കഷ്ടതയിലും പിതാവായ ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ മുഴങ്കാൽ മടക്കിയ ആ വചനത്തിലൂടെ ഇന്ന് രാത്രി ഞങ്ങളോട് സംസാരിച്ച ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്തു. കുടുംബത്തിനും എന്റെ സമൂഹവും ആമേൻ രാജ്യത്തിനും ഹല്ലേലൂയ ആമേൻ നല്ലത് വരുവാൻ, അതേ സമാധാനവും സന്തോഷവും ഐശ്വര്യവുമായ ഒരു ആമേൻ നിലവാരം ഉണ്ടാകുവാൻ, ഹല്ലേലൂയ കർത്താവുമായിട്ടുള്ള ബന്ധം ദൃഢമാകുവാൻ, ഹല്ലേലൂയ ആ കൂട്ടായ്മ ബന്ധം പുലർത്തുവാൻ, ഹല്ലേലൂയ ആമേൻ പാപികൾ മനം തിരിയുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ, രോഗികൾ സൗഖ്യമാകുവാൻ ഞങ്ങളുടെ നാമം ആമേൻ ഇന്ന് രാത്രി ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. മറ്റുള്ളവരെ സഹായിക്കുവാനായി, ഹല്ലേലൂയ അഭിവൃദ്ധി പ്രാപിക്കുവാനായി, ഹല്ലേലൂയ ആമേൻ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ആമേൻ പ്രാർത്ഥിക്കുവാൻ, ഇടിവിൽ നിൽക്കുവാൻ സമർപ്പണമുള്ളവരായി ഇന്ന് രാത്രി ചില പ്രിയപ്പെട്ടവരെ അങ്ങ് എഴുന്നേൽപ്പിച്ചാൽ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ആശയത്ത് കഴിയുന്നവർ, ഹല്ലേലൂയ രോഗികളായി ദുഃഖിതരായി കഴിയുന്നവർ, പ്രാണവേദനയിൽ ആയിരിക്കുന്നവർ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ഞങ്ങൾ ഒരുമിച്ച് കർത്താവേ അവിടുത്തെ ആത്മാവിന്റെ ശക്തിയോടെ ആമേൻ സഭയുടെ മുമ്പിൽ ഉയർന്നു വരുന്ന പ്രതികൂലങ്ങളെ അതിജീവിക്കുവാൻ ഉതകുന്ന പ്രാർത്ഥനയാൽ കഴിയാത്തത് ഏതുമില്ലല്ലോ. ഇന്ന് രാത്രി അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തവനായ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ നാമത്തിൽ ദേശത്തെ, രാജ്യത്തെ, കുടുംബങ്ങളെ, വ്യക്തികളെ, തലമുറകളെ, ജീവിത പങ്കാളികളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. പാപികൾ മനം തിരിയട്ടെ, പിന്മാറ്റക്കാർ മടങ്ങി വരട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ. സകല നാമത്തിന് മേലായ നാമം യേശുവിന്റെ നാമമാകിയ ഞങ്ങളുടെ നാമം ചൊല്ലി പിതാവിന്റെ പുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വചനം കേട്ട എല്ലാവരെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അടിയങ്ങൾക്കായി കാൽവരി ജീവൻ അർപ്പിച്ച പൊന്നേശു കർത്താവിൻ നാമം താഴ്മയാചിക്കുന്നു, കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ കൂടപ്പുറപ്പിന്, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുവാൻ മറക്കരുത്. ആമേൻ. സ്നേഹതീരം പ്രയർ ഫാമിലി അനുദിനത്തിന്റെ ഫേസ്ബുക്കില് എല്ലാ മെമ്പേഴ്സിനും ഒരിക്കൽ കൂടെ നന്ദി, വന്ദനം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും. വെള്ളിയാഴ്ച തോറുമുള്ള തത്സമയ പ്രാർത്ഥനയിലും ഞായറാഴ്ചയിലെ ആമീൻ ഒരുമിച്ചുള്ള ആരാധനയിൽ പങ്കെടുക്കുന്നവർ ആമീൻ ദയവായി ആമീൻ അവരുടെ പ്രാർത്ഥന വിഷയങ്ങൾ 9744703489 എന്ന നമ്പറിൽ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ യൂട്യൂബിൽ ആമേൻ അതേ സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ അമർത്തുക. നിങ്ങളുടെ സഹോദരങ്ങൾക്ക് കൂടപ്പുറപ്പിന് അത് ഷെയർ ചെയ്ത് പരിചയപ്പെടുത്തുക. ആമേൻ. അശ്ലീലങ്ങൾ നിറഞ്ഞതായ അനേക വീഡിയോകൾ കണ്ട് അനേക യൗവനക്കാർ നശിച്ചുകൊണ്ടിരിക്കുക, കുഞ്ഞുങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുക. ആമേൻ, ആമേൻ. അതെ, ആ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ അനുഗ്രഹീതമായ പാട്ടുകൾ, ആമേൻ, ആത്മീയ ശുശ്രൂഷകൾ ആമേൻ ലഭിക്കുമ്പോൾ ആമേൻ അതെ ദുഷ്ടപിശാച് പരാജയപ്പെട്ട് ആമേൻ ചിലരിലും യേശുവിനെ കണ്ടുമുട്ടുവാൻ ഇടയായി തീരുമല്ലോ. ഇന്ന് രാത്രി ശുശ്രൂഷയോട് പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്നേഹതീരം പ്രയർ ഫാമിലിയോട് ആമേൻ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിൽ വരുവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി, ശുഭരാത്രി.